ചെല്ല് 18, 19, 20. എന്താടാ പോരെ മാറി നിൽക്കണോ എന്നാ കാണിക്കട്ടെ. നിനക്കിപ്പോ മനസ്സിലായണ ഞാൻ ആരാണെന്ന്? പൈസക്ക് വേണ്ടി ഇടിച്ചാണല്ലോ, തന്നോടൊന്നും ഇല്ല. എന്തുവാണോ നോക്കി നിൽക്കുന്നത്? പിടിച്ചു മാറ്റണോ? വേണ്ട സാറേ, കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിട്ടാലോ. നടക്ക അങ്ങോട്ട് ചെല്ലടാ. ഓട്ടം 130/90. സാറേ അങ്ങനെ കുഴപ്പമായിട്ടൊന്നുമില്ല, പിന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പം ഇനി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കേണ്ടി വരും. എന്തായി പോറ്റി? സോളമനെ കണ്ടായിരുന്നു.
പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ എന്താ പോറ്റി, സോളമനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ ഒരു ഉറപ്പ് കുറവുണ്ട്. എന്തേ? അറിയത്തില്ല. 30-35 വയസ്സല്ലേ ആയുള്ളൂ. വലിയ ആളാണെന്ന് തോന്നും. കോപ്പാണ്. സാറേ, ഞാനൊരു ഒരു സംശയം പറഞ്ഞേ ഉള്ളൂ. അവനൊരുമാതിരി പിടിതരാത്ത വർത്തമാനമാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ കേട്ടൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന് നല്ലത്. അവനെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണുന്നതല്ലല്ലോ. ഞാനിപ്പോ വരാം. ഓ എഴുതുന്നുണ്ട്. ശരി. കിച്ചണിലായിരുന്നു ഡ്യൂട്ടി. എന്താ പേര്? മജീദ് അബ്ദുൾ റഹ്മാൻ. എഴുതിയിട്ടുണ്ട്. ബ്ലാസ്റ്റ് കേസ് അല്ലേ? വേറെന്തെങ്കിലും ഉണ്ടോ? സ്റ്റാലിനെ എന്നെ തല്ലിയിട്ടും എന്നോടുള്ള ദേഷ്യം നിനക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനും ഒന്നുമില്ല. എന്നാൽ ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോ? ഞാൻ മംഗലാപുരത്തായിരുന്നപ്പോൾ മമ്പറത്ത് നടന്നൊരു കേസിൻ്റെ പിന്നിലെ ഗൂഢാലോചന ഞാനാന്ന് പറഞ്ഞാൽ എന്നെ ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. സംഗതി മർഡർ കേസാണ്. ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ പല പറപ്പുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും എന്നവന്മാർ പിടിച്ച് അകത്തിട്ടിട്ടുമില്ല. നമുക്കിവിടെ നിന്ന് ഇറങ്ങണ്ടേ? നമുക്ക് നമ്മൾ രണ്ടുപേരും ഉണ്ടെങ്കിലേ നടക്കൂ. ജയിലിടാനാണോ പ്ലാൻ? അല്ല, ത്രൂ പ്രോപ്പർ ചാനൽ. നീയും കൂടെ ഉണ്ടെങ്കിലേ അയാൾ നമ്മളെ സഹായിക്കൂ. എനിക്ക് ഈ ജയിലിൽ ഏറ്റവും പരിചയമുള്ള നിന്നോടാണ്. മജീദേ, നമ്മൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധം മറന്നിട്ട് ഞാൻ പറയുക, ഇമ്മാതിരി പരിപാടിക്ക് എന്നെ വിളിക്കരുത്. എന്താടാ ഒരു കുശുകുശുപ്പ്? ജയിലിൽ ചാടാൻ വല്ല പരിപാടി ഉണ്ടാ? അതെ സാറേ, ദൂരേന്ന് ഭൂമിയും കുഴിച്ചു കുഴിച്ച് വരുന്നുണ്ട്. അയാൾക്ക് നിന്നെ ഒന്ന് കാണണം. നീ ഒന്ന് പോയി കാണുമോ? ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഞാൻ എവിടെ പോയി കാണാനാണ്? അയാൾ ഇതിൻ്റെ അകത്തുണ്ട്. നിനക്ക് ഓക്കെ ആണെങ്കിലേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. ആ, കേറി വാടോ. ഇരിക്ക്. കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഈ പുസ്തകം വായിക്കണമെന്ന് ഇപ്പോഴാ സമയം കിട്ടിയത്. സാർ, VIP-കൾക്കുള്ള സ്പെഷ്യൽ ഫുഡാ. കാര്യം ഞാൻ പറയാം. നീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം. അത് നിന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്റെ കേസ് ഡയറി വായിച്ചപ്പോൾ പട്ടാപ്പകല് തിയേറ്റർ പൊട്ടിച്ചിട്ട് ടൗണിൽ കൂടി നടന്നുപോയി എന്ന് പറയുന്നതിൽ ഞാനൊരു ഹീറോയിസം കാണുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നീക്കി തന്നാൽ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളും നോക്കിക്കൊള്ളാം. വാഗ്ദാനങ്ങളിൽ പത്മനാഭൻ നായർ വിശ്വസ്തനാണ്. കഴിക്ക്. കുറച്ച് വർഷം കഴിഞ്ഞ് ഞാനും കൊള്ളാവുന്നൊരു കേസിൽപ്പെട്ട് ഇവിടെ വരും. അന്ന് കഴിച്ചോളാം ഞാൻ ഈ VIP ഫുഡ്. ഇപ്പം എന്തായാലും വേണ്ട. ശരി സാറേ, ഞാൻ ഇറങ്ങുന്നു. സ്റ്റാലിനെ, എന്നാ നീ പറ. സിഗരറ്റ് ഉണ്ടോ സാർ ഓർമ്മ കൊടുക്കാൻ?